ഇതിൽ വരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് മിസ്സാവില്ല, ഉറപ്പാണ്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരിക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പം അതിന് ഞാൻ കൃത്യമായിട്ട് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദ ബേസ് ദാറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ DNA. എല്ലാവർക്കും അറിയുന്നത് DNA ഇല്ലാത്ത ബേസ് യുറാസിൽ, എല്ലാവർക്കും അറിയുന്നല്ലേ യുറാസിൽ. ബാക്കിയെല്ലാം DNA, അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, ഇതെല്ലാം അഡനിൻ പെയർ വിത്ത് തൈമിൻ, സൈറ്റോസിൻ പെയർ വിത്ത് ഗ്വാനിൻ. അതേസമയം RNA എന്തില്ല, തൈമിന് പകരം യുറാസിലാണ് പഠിക്കുന്നുണ്ട് കേട്ടോ. പെപ്റ്റൈഡ് ഓൺ ഹൈഡ്രോളൈസിസ് ഗീവ്സ് അമിനോ ആസിഡ്സ്. പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സിനല്ലേ പെപ്റ്റൈഡ് എന്ന് പറയുക അല്ലേ. ഡൈപെപ്റ്റൈഡ്, 2 അമിനോ ആസിഡ് ലിങ്ക് ചെയ്യുമ്പോൾ ഡൈപെപ്റ്റൈഡ് എന്ന് പറയും. 3 അമിനോ ആസിഡ് ലിങ്ക് ചെയ്യുമ്പോൾ ട്രൈപെപ്റ്റൈഡ് എന്ന് പറയും. ടെട്രാപെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ്സ് ആർ polymers of alpha amino acid. Hi children, welcome back to another video. ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കീം 2025 വ്യത്യസ്ത സെഷനുകളിൽ വന്നിട്ടുള്ള ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ കെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾസ് സെക്കൻഡ് ഇയറിൽ അവസാനം വരുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങൾ, അതാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. Before starting, a talk on Master KEAM 2026 intensive crash course ആണ്. ഈ വർഷം കീം പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ ഏകദേശം ലഭിക്കുന്ന ഒരു മാസത്തോളം അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള അത്രയും ദിവസങ്ങൾ നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ഓഫർ ചെയ്യുന്നു. മാസ്റ്റർ കീം 2026 എന്ന പേരിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും. പരമാവധി ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. വളരെ വിശദമായിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും സമയത്തിനനുസരിച്ചിട്ടുള്ള ഒരു റിവിഷൻ പ്രോഗ്രാം, ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു റിവിഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള മോക്ക് എക്സാംസും അതിൻ്റെ ഡിസ്കഷനും ഉണ്ടായിരിക്കും. നല്ല ഗംഭീരമായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. റൈറ്റ്, സ്റ്റേറ്റ് സിലബസിൽ വരുന്ന കുട്ടികൾക്ക് മാർച്ച് 18 ക്ലാസ് തുടങ്ങുന്നത്. CBSE സ്ട്രീമിലുള്ള കുട്ടികൾക്കാണെങ്കിൽ മാർച്ച് 13 ക്ലാസ്സുകൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ ആവശ്യം വരുന്ന കൂട്ടുകാരിലേക്ക് അല്ലെങ്കിൽ മറ്റു കുട്ടികളിലേക്ക്, റിലേറ്റീവ്സിലേക്ക് എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ +1 +2 ട്യൂഷൻ, വളരെ സമഗ്രമായിട്ടുള്ള ഒരു കവറേജ് NCERT ടെക്സ്റ്റിലൂടെ വളരെ കോംപ്രഹെൻസീവായിട്ട് അതിൻ്റെ ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് NCERT ഗംഭീരമായിട്ട് പഠിപ്പിച്ച് സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് മേടിച്ചു തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ ആവശ്യമുള്ള കുട്ടികളും ബന്ധപ്പെട്ട് അതിന് പേര് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. സൈറ്റിലും എല്ലാം അവൈലബിൾ ആണ്, എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഫൈൻ. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ബയോമോളിക്യൂൾസ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത് NCERT ഭംഗിയായിട്ട് പഠിക്കുക. ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് NCERT നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൽ വരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് മിസ്സാവില്ല, ഉറപ്പാണ്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരിക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പം അതിന് ഞാൻ കൃത്യമായിട്ട് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. NCERT ലൈൻ ബൈ ലൈൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ചോദ്യം മിസ്സാവില്ല. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ദ ഡിസീസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് റൈബോഫ്ലാവിൻ. എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ഒരു ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, വൈറ്റമിൻസിൻ്റെ ഒരു ടേബിൾ പഠിക്കാനുണ്ട്. ആ ടേബിളിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. നോക്കൂ, ഈ ടേബിള് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ആ ടേബിള്. നമ്മുടെ ചോദ്യം റൈബോഫ്ലാവിനെ കുറിച്ചാണ്. വൈറ്റമിൻ B2 എന്ന് പറയുന്ന റൈബോഫ്ലാവിൻ.
ഒബ്റ്റൈൻഡ് ഫ്രം മിൽക്ക്, എഗ് വൈറ്റ്, ലിവർ, കിഡ്നി, റൈറ്റ്? സോഴ്സസ് ആണ്. അപ്പോൾ ഈ സോഴ്സസിൽ നിന്ന് അതും ചോദ്യം വരാം കേട്ടോ. സോഴ്സസിൽ നിന്ന് ചോദ്യം വരാം. പിന്നെ വരുന്നത് ഈ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. ചിലോസിസ് ആണ് ഉത്തരം. ചിലോസിസ് ആണ് ഉത്തരം. അപ്പോൾ ഈ ടേബിൾ ആണ് വിഷയം. ചിലോസിസ്, ഫിഷറിംഗ് അറ്റ് കോർണേഴ്സ് ഓഫ് മൗത്ത് ആൻഡ് ലിപ്സ്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ സ്കിൻ, ഇതെല്ലാം റൈബോഫ്ലാവിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B2 ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഈ ടേബിള് ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ചോദ്യം ഇപ്പോൾ പരിചയപ്പെടുന്നത് റൈബോഫ്ലാവിനെ കുറിച്ചാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഒരു പക്ഷേ വിറ്റമിൻ എയെ കുറിച്ചായിരിക്കാം, അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ടേബിള് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. NCERT നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു ചോദ്യം മിസ്സാവില്ല, കിട്ടും. സോ അവർ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് റൈബോഫ്ലാവിൻ. സോ ദി ആൻസർ ഏതാ വരിക? പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ, ചിലോസിസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഇതെല്ലാം ആ ടേബിളിലുള്ളതാണ്. റിക്കറ്റ്സിനെ കുറിച്ച്, ബെറിയെ കുറിച്ച്, സ്കർവി, സെറോതാൽമിയ. നോക്കൂ, സെറോതാൽമിയ ഓർമ്മയില്ലേ? സെറോതാൽമിയ, ഹാർഡനിങ് ഓഫ് കോർണിയ ഓഫ് ഐ, അതുപോലെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതിനൊക്കെ കാരണമാകുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ, റൈറ്റ്? പ്രസന്റ് ഇൻ ഫിഷ്, ലിവർ ഓയിൽ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുപോലെ ബെറി കണ്ടോ, ബെറി റിലേറ്റഡ് ടു വൈറ്റമിൻ B1 ആണ്. കൺവൾഷൻസ്, വൈറ്റമിൻ B6, പിരിഡോക്സിൻ എന്ന് പറയും. സ്കർവി ഇപ്പൊ നമ്മൾ അവിടെ കണ്ടു. സ്കർവി വൈറ്റമിൻ C, അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡിന്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പുസ്തകത്തിൽ ഇല്ല, ബട്ട് സ്റ്റിൽ. റിക്കറ്റ്സ് ഇപ്പൊ അവിടെ കണ്ടു. ബോൺ ഡിഫോമിറ്റീസ് ആണ് റിക്കറ്റ്സ്. വൈറ്റമിൻ D, ബോൺ ഡിഫോമിറ്റീസ് ഇൻ ചിൽഡ്രൻ, ഓസ്റ്റിയോമലാഷിയ, സോഫ്റ്റ് ബോൺസ് ആൻഡ് ജോയിന്റ് പെയിൻസ് ഇൻ അഡൾട്ട്സ്. അതുപോലെ ഇൻക്രീസ്ഡ് ഫ്രജിലിറ്റി പറയുന്ന വൈറ്റമിൻ E, ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ആക്ഷൻ വൈറ്റമിൻ K. അപ്പോൾ ഈ വൈറ്റമിൻസ് പറയുന്ന ആ ഒരു ടേബിള്, അതുപോലെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഏതാണ്, വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ഏതാണ്, അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എല്ലാവരും പഠിച്ചിട്ടില്ലാത്തവർ നന്നായിട്ട് നോക്കുക. ഓക്കെ, റൈറ്റ്. അടുത്തത് എനർജി ആക്ടിവേഷൻ. ദി ആക്ടിവേഷൻ എനർജി ഫോർ ഹൈഡ്രോളൈസിസ് ഓഫ് സുക്രോസ് ബൈ ദി എൻസൈം സുക്രോസിസ്. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് ലൈൻസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് ലൈൻസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഡയറക്റ്റ് ടെക്സ്റ്റാണ്. ഈ ഭാഗം കണ്ടിട്ടില്ലാത്തവർ ഉണ്ടോ? നോക്കൂ, എൻസൈംസിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുന്ന ഭാഗം. എൻസൈംസ് നീഡഡ് ഓൺലി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വരുന്ന ഭാഗത്തുണ്ട്. ഫോർ എക്സാമ്പിൾ, ആക്ടിവേഷൻ എനർജി ഫോർ ആസിഡ് കാറ്റലൈസ്ഡ് സുക്രോസ് 6.22 ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി ഈസ് ഓൺലി 2.15 വെൻ ഹൈഡ്രോളൈസ്ഡ് ബൈ എൻസൈം. ഏതാണ് എൻസൈം? സുക്രേസ് അല്ലെ? അപ്പൊ ഈ ഒരു ലൈനിൽ നിന്നാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം സുക്രേസിനെ കുറിച്ചാവാം. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ടിവേഷൻ എനർജിയെ കുറിച്ചാണ്. വാട്ട് ഈസ് എൻസൈം കാറ്റലൈസ്ഡ് ആക്ടിവേഷൻ എനർജി എന്നാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ കണ്ടു 2.15 ആണ് ആൻസർ. സോ ദി ആൻസർ ഈസ് 2.15. ഓപ്ഷൻ 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെ? റൈറ്റ്. അതേസമയം ആസിഡ് കാറ്റലൈസ്ഡ് വരുന്നത് ഓപ്ഷൻ 2 ആണ്. ആസിഡ് കാറ്റലൈസ്ഡിന് ഓപ്ഷൻ 2 6.22 ആണ്. എൻസൈം ആക്ടിവിറ്റിയിൽ വരുന്നത് 2.15 ആണ്. അപ്പോൾ എൻസൈം ഉപയോഗിക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറയുന്നു, അതിനനുസരിച്ചിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ വീണ്ടും വർദ്ധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? റൈറ്റ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ദ കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് ഇൻ ഈസ്റ്റ്. കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് ഇൻ ഈസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അല്ലെ? ടെക്സ്റ്റ് ബുക്ക് ലൈൻസ് ആണ് ഇതെല്ലാം. കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് ഇൻ ഈസ്റ്റ് നമ്മൾ ഗ്ലൈക്കോജനെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്ത് ഉണ്ട്. ഗ്ലൈക്കോജനെ കുറിച്ച് ഞാനിപ്പോൾ ഇത് ഓരോ ഫ്രെയിംസ് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് ലൈൻസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കൂ, ഗ്ലൈക്കോജനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഗ്ലൈക്കോജൻ പഠിച്ചിട്ടില്ലേ? ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയും. റിസർവ് ഫുഡ് ഇൻ ദ ബോഡി, ദാറ്റ് ഈസ് കോൾഡ് ഗ്ലൈക്കോജൻ, അല്ലേ?
നോക്ക്, it is having structural similarity to amylopectin, highly branched ആണ് എന്നൊക്കെ പഠിച്ച് പറഞ്ഞു വരുന്ന ആ ഭാഗത്ത് കാണാം. present in liver, muscle, brain. When the body needs glucose, enzyme break the glycogen down to glucose. Glycogen also present in yeast and fungi എന്ന് പറയുന്ന ആ ഒരു ലൈൻ, അതാണ് ചോദ്യമായിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത് കേട്ടോ. റൈറ്റ്. So what was our question? Carbohydrate found in yeast is glycogen. ഇതാണ് സാധനം കേട്ടോ, ഇതാണ് സാധനം. ഓപ്ഷൻ 5. റൈറ്റ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ദ ബേസ് ദാറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ DNA. എല്ലാവർക്കും അറിയുന്ന DNA-യിൽ ഇല്ലാത്ത ബേസ് യുറാസിൽ, എല്ലാവർക്കും അറിയുന്നല്ലേ യുറാസിൽ. ബാക്കിയെല്ലാം DNA-ലാണ്. അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, ഇതെല്ലാം അഡനിൻ പെയർ വിത്ത് തൈമിൻ, സൈറ്റോസിൻ പെയർ വിത്ത് ഗ്വാനിൻ. അതേസമയം RNA-യിൽ എന്തില്ല, തൈമിന് പകരം യുറാസിലാണ്. പഠിക്കുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പൊ അത് അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കാം. അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. ഈ തൈമിനും യുറാസിലുമാണ് DNA ഉള്ള വ്യത്യാസം എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, തൈമിൻ മേ ബി കോൾഡ് ആസ് 5-methyl uracil എന്ന് പറയും അല്ലെ. തൈമിൻ മേ ബി കോൾഡ് ആസ് 5-methyl uracil. കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റൈറ്റ്. അപ്പോൾ പ്യൂരിൻ, പിരിമിഡിൻ ബേസസ് പ്രസന്റ് ഇൻ DNA, RNA കൃത്യമായിട്ട് നോക്കാം. പറ്റുമെങ്കിൽ അതിന്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കി വെക്കാം, 1-2 പ്രാവശ്യം വരച്ച് നോക്കുക. അപ്പൊ സ്ട്രക്ചറൽ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം വരികയാണെങ്കിൽ. ഓക്കെ. അടുത്തത് എഗെയിൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ ടേബിളിന്റെ അതേ സംഗതിയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഴ്സസ്. വൈറ്റമിൻ എ ഫിഷ് ലിവർ ഓയിലാണ്. A3 വരണം. A3 വരണമെന്ന് നമുക്ക് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. A3 വരണമെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, കാരണം എല്ലാം A3 ആണ്. റൈറ്റ്. അപ്പോൾ ആ ടേബിള് നന്നായിട്ട് തന്നെ നോക്കാം. നമ്മുടെ ഇവിടെ ഉള്ളത് വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ ഫിഷ് ലിവർ ഓയിൽ ആണെന്ന് നമ്മൾ കണ്ടു, നേരത്തെ തന്നെ കണ്ടു. വൈറ്റമിൻ എ ഫിഷ് ലിവർ ഓയിൽ എന്ന് കണ്ടു. പിന്നെ വൈറ്റമിൻ B1, തയാമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B1, ഈസ്റ്റ്, മിൽക്ക്, ഗ്രീൻ വെജിറ്റബിൾ, സീരിയൽസ് അല്ലെ. വൈറ്റമിൻ B1, ഈസ്റ്റ്, ബിക്ക് 4 വരണം. അപ്പൊ ഈ ചോയ്സുകളൊക്കെ കട്ടാവും. ബിക്ക് 4 ഇവിടെയുള്ളൂ. ഇനി സിക്ക് 1 ആണോ 2 ആണോ? വൈറ്റമിൻ സി ഓർമ്മയില്ലേ? ഇതാ വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്, സിട്രസ് ഫ്രൂട്ട്സ്, ആംല, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അത് പിന്നെ കുറച്ചുകൂടെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു അല്ലേ. വൈറ്റമിൻ സി, സിട്രസ് ഫ്രൂട്ട്സ്, ആംല, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. വൈറ്റമിൻ സിക്ക് 2 വരണം. ആൻഡ് ഹെൻസ് യു ഗെറ്റ് ദി ആൻസർ ഓപ്ഷൻ 5. അപ്പൊ പറഞ്ഞു വന്നത് ഡെഫിഷ്യൻസി ഡിസീസ് മാത്രമല്ല, അതിൻ്റെ സോഴ്സിനെ ബേസ് ചെയ്തിട്ടും. ഇതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ അമിനോ ആസിഡ്സിൻ്റെ ആ 6 ഗ്രൂപ്പ്, അതിൽ വരുന്ന അമിനോ ആസിഡ്, അതിൻ്റെ പേര് എസെൻഷ്യൽ ആണോ നോൺ എസെൻഷ്യൽ ആണോ, അതിൻ്റെ 3 ഡിജിറ്റ് കോഡ്, സിംഗിൾ ഡിജിറ്റ് കോഡ് ഉൾപ്പെടുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിള് ഭംഗിയായിട്ടൊന്ന് പഠിക്കാം, ഉറപ്പുവരുത്തുക പഠിച്ചു എന്ന് കേട്ടോ. സ്ട്രക്ചർ 20 അമിനോ ആസിഡും സ്ട്രക്ചർ വരച്ചു നോക്കണം എന്നാണ് ഞാൻ പറയുക. ഓക്കെ. സോ ഹിയർ ദി ആൻസർ ഈസ് 5th ചോയ്സ് അല്ലേ. 5th ചോയ്സ് വൈറ്റമിൻ എക്ക് ഫിഷ് ലിവർ ഓയിൽ, ഇത് മാച്ച് ചെയ്തു. വൈറ്റമിൻ B1 നമ്മൾ പറഞ്ഞല്ലേ, ഈസ്റ്റ്, ഇത് മാച്ച് ചെയ്തു. വൈറ്റമിൻ സിക്ക് ഇത് മാച്ച് ചെയ്തു. വൈറ്റമിൻ ഇ വിത്ത് 1 സൺഫ്ലവർ ഓയിൽ, ശരിയല്ലേ? വൈറ്റമിൻ ഇയുടെ ഇത് കണ്ടോ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ലൈക്ക് ഓയിൽ, വീറ്റ് ജം ഓയിൽ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, വൈറ്റമിൻ കെ.
മീറ്റ്, ഫിഷ്, എഗ്ഗ്, കേർഡ്, വൈറ്റമിൻ B12. വൈറ്റമിൻ B12 വേറൊരു പേരുണ്ടല്ലോ, ഓർമ്മയില്ലേ? സൈനോകൊബാളമീൻ എന്ന് പറയും. സൈനോകൊബാളമീൻ, വൈറ്റമിൻ B. അതും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓരോ വൈറ്റമിൻസിൻ്റെയും സപ്പോർട്ടിങ് ഒരു കോമൺ നെയിം ഉള്ളത് പഠിച്ചു വയ്ക്കുക. അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ C പറയുന്നത് പോലെ ഓരോന്നും തയാമിൻ, റൈബോഫ്ലാവിൻ, റെറ്റിനോൾ, അല്ലേ, റെറ്റിനോൾ, ടോക്കോഫെറോൾ, ഈ പേരുകളൊക്കെ കൂടെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്തത് പെപ്റ്റൈഡ്. ദാറ്റ്സ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Peptide on hydrolysis gives amino acids. Polymers of amino acids അല്ലേ പെപ്റ്റൈഡ് എന്ന് പറയാം, അല്ലേ? ഡൈപെപ്റ്റൈഡ്. 2 അമിനോ ആസിഡ് ലിങ്ക് ചെയ്യുമ്പോൾ ഡൈപെപ്റ്റൈഡ് എന്ന് പറയും. 3 അമിനോ ആസിഡ് ലിങ്ക് ചെയ്യുമ്പോൾ ട്രൈപെപ്റ്റൈഡ് എന്ന് പറയും. ടെട്രാപെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ്സ് ആർ polymers of alpha amino acids. Polymers of ആൽഫ അമിനോ ആസിഡ്സ്, അതാണ് പോളിപെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. പോളിപെപ്റ്റൈഡ്സ് ഹൈഡ്രോളൈസ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. അമിനോ ആസിഡ്സ് കിട്ടും, ആൽഫ അമിനോ ആസിഡ്സ് കിട്ടും. ഓക്കെ, ഇനി ചിലപ്പോൾ കോമ്പിനേഷൻ തന്നെ അമിനോ ആസിഡ് തന്നെ ചിലപ്പോൾ 2 കോമ്പിനേഷൻ തന്നുകൂടാതില്ല കേട്ടോ. ആൽഫ അമിനോ ആസിഡ്, ബീറ്റ അമിനോ ആസിഡ്, ഗാമ അമിനോ, അങ്ങനെ ഒരു കോമ്പിനേഷൻ തന്നാലും ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. സിംപ്ലി അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പറയാം ആൽഫ അമിനോ ആസിഡ്സ് ആണ് പോളിമേഴ്സിൽ, പ്രോട്ടീൻസിൽ, പോളിപെപ്റ്റൈഡ്സിൽ വരുന്നത് കിട്ടും. അപ്പോൾ പെപ്റ്റൈഡ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നതാണ് ചോദ്യം. അമിനോ ആസിഡ്സ് ലഭിക്കും. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 6 ചോദ്യങ്ങളാണ് ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ അത് വളരെ കറക്റ്റായിട്ടൊരു ഒബ്സർവേഷനും കൂടിയാണ്. ഒരു ചാപ്റ്ററിന് ഒരു ചോദ്യം, ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം. അപ്പോൾ 6 സെഷനിൽ നിന്ന് നമുക്ക് 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ പറയാം ബയോമോളിക്യൂൾസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരേ ഒരു ചോദ്യം തന്നെയാണ്, അത്രേ പ്രതീക്ഷിക്കാനുള്ളൂ. പക്ഷേ ആ ചോദ്യം വളരെ സിമ്പിളായിരിക്കും, നമുക്ക് ഒരു എഫർട്ട് ഇല്ലാണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്രൊവൈഡഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മെമ്മറി പവർ. കാരണം NCERT-യിൽ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ വായിച്ച് അതിൻ്റെ ലൈൻ ബൈ ലൈൻ ഓർമ്മയിൽ ഉള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കണം, അല്ലേ? നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വിട്ടുപോയൊരു ഭാഗത്തു നിന്നായിരിക്കാം ചിലപ്പോൾ ഒരു ചോദ്യം വരുന്നത്. ഇറ്റ്സ് മേ ബി നമ്മുടെ ഒരു ലക്കും കൂടെ ഒരു ഫാക്ടർ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിൽ ഒന്നും ചെയ്യാനില്ല, അല്ലാതെ ചാപ്റ്റർ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. സ്ട്രക്ചേഴ്സ് പഠിക്കേണ്ട ഒരു സ്ഥലങ്ങളുണ്ട്, അത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സ്ട്രക്ചർ, ആ ഭാഗം ഒന്ന് നോക്കേണ്ടതാണ്. പിന്നെ ഈ ടേബിൾസ്, അമിനോ ആസിഡ്സ് വരുന്നവിടെ, പിന്നെ DNA ആ ഭാഗത്തൊക്കെ വരുന്നത്, ഈ പറഞ്ഞ ഒരു ടേബിൾ, വൈറ്റമിൻ വരുന്ന ഒരു ടേബിൾ. ഈ വൈറ്റമിൻ വരുന്ന ഒരു ടേബിൾ മറക്കാതെ പഠിക്കുക, കാരണം എപ്പോഴും അവിടുന്ന് ഒരു ചോദ്യം കാണുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. എനിവേ, ദാറ്റ്സ് ഓൾ ഫ്രം ദ ഡിസ്കഷൻ പാർട്ട് ഓഫ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ആ ചാപ്റ്റർ കവർ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വീണ്ടും വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. Till then, bye, see you, take care.